സർ, ഞാൻ കുറെ നേരം ട്രൈ ചെയ്യുന്നു. ഒരൊറ്റ കാര്യം ചോദിക്കും, എന്ന് ഉറപ്പുണ്ടോ? ദൈവം ഒരു തവണ കാരണം ദൈവം ഇടപെട്ട് ഒരു സോൾവ് ആക്കിയ ഒരു പ്രശ്നം പറയൂ. ഒരെണ്ണം ദൈവം ഇടപെട്ട് സോൾവ് ആക്കിയ പ്രശ്നം. ഞാൻ കാര്യം ചോദിച്ചോട്ടെ, ഈ മറ്റേ അബ്ദുൽ കലാമിനെ വിശ്വസിക്കുന്നുണ്ടോ? നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? എങ്ങനെ പറയാനെന്ന് അറിയില്ല. ആറ്റത്തിന്റെ സ്ട്രക്ചർ ആണെങ്കിലും എന്തിന്റെ ആണെങ്കിലും എന്തിലും ഉള്ള ആ പെർഫെക്ഷൻ കാണുമ്പോഴാണ് അതിൽ ഈശ്വരൻ ഉണ്ടെന്ന്. ഈശ്വരൻ അങ്ങനെ ഒരു പ്രത്യേകിച്ച് രൂപം ഏത് മതത്തിലാണ് കൊടുത്തേക്കുന്നത്? യൂണിവേഴ്സിന് പെർഫെക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സ് പെർഫെക്ഷനോ? ഉണ്ട്. ഉറുമ്പ് ഇപ്പൊ ഈ ജന്മത്തിൽ ഒരു ഉറുമ്പായിട്ട് ജീവിക്കുന്ന ഒരു ജന്തു. അതെ, അടുത്ത ജന്മത്തിൽ പിന്നെ എന്താവോ? ആനയാവോ? അടുത്ത ജന്മത്തിൽ എന്താന്ന് എനിക്ക് എഴുതി വെക്കാൻ പറ്റില്ല. പക്ഷെ അതിന്റെ ആത്മാവിന് മരണമില്ല, എന്റെ ശരീരം മാത്രമേ നശിക്കുന്നുള്ളൂ എന്നാണ് എന്റെ വിശ്വാസം, അല്ലെങ്കിൽ ഞങ്ങൾ പഠിച്ചിരിക്കുന്നത്. ശരി. അപ്പൊ നിങ്ങളിപ്പോ ഇപ്പൊ ഒരു ഹിന്ദു മതവിശ്വാസിയാണ് അല്ലേ? അതെ. അപ്പൊ അത് ഏതാണ് ജാതി? ജാതി ചോദിക്കരുതാണ്, എന്നാലും ഞാൻ ചോദിക്കാം. ജാതി ചോദിച്ചാലും കുഴപ്പമൊന്നുമില്ല, നായരാണ്. അതിന്റെ എല്ലാ കുഴപ്പങ്ങളും നമുക്ക് ഉണ്ടാവുമല്ലോ. ഓക്കെ. അപ്പൊ നിങ്ങളിപ്പോ നായരാണ്. അപ്പൊ അടുത്ത ജന്മത്തിൽ എന്താവും? അടുത്ത ജന്മത്തിൽ ഞാൻ എന്താവും അറിയാൻ പാകത്തിനുള്ള വിവരമൊന്നും എനിക്കില്ല. എന്നാലും ഒരു ഉണ്ടാവില്ല, എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടീഷൻസ്, ഒരു ധാരണ ഉണ്ടാവില്ല. ഇല്ല, ഏതായാലും അടുത്ത വലിയ നല്ലതാവുമെന്ന് തോന്നുന്നില്ല. കാരണം ഒരു പട്ടിയായിട്ട് ജനിച്ചാലും തലവരെ ഉണ്ടെങ്കിൽ നമുക്ക് ജയറാമിന്റെ വീട്ടിലെ പട്ടിയെ പോലെ ജനിക്കാം. ഒരു ഹോട്ടൽ വരാന്തയിൽ ആ ഹോട്ടലിൽ നിന്നും കിട്ടുന്ന ഇറച്ചി, മീനും ബിരിയാണിയുടെ ബാക്കിയൊക്കെ തിന്ന് ജീവിക്കുന്ന നല്ലൊരു മുഴുത്ത പട്ടിയായിട്ട് ജനിച്ചു എന്ന് വിചാരിക്കാം അടുത്ത ജന്മത്തിൽ. ആ പട്ടി ചത്തു കഴിയുമ്പോ പിന്നെന്തായിട്ടാ വരാ? ഇത് നിങ്ങൾ പറയൂ. ആ പട്ടി ബിരിയാണിയൊക്കെ കഴിച്ച് ജീവിച്ച ആ പട്ടി ചത്താൽ പിന്നെന്തായിട്ടാ വരാ? എങ്ങനെയായിരിക്കും? പോട്ടെ. ഇനി ഈ പുനർജന്മം പറയുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഈ മാമത്തായിട്ട് ആളുകൾ ജനിക്കാറുണ്ടോ? ഡൈനോസറായിട്ട് ജനിക്കാറുണ്ടോ? നിങ്ങൾ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ഒന്ന് എന്നെ കൺവിൻസ് ചെയ്യൂ. എന്തുകൊണ്ട് പുനർജന്മത്തിൽ ഡൈനോസോർസ് ഉണ്ടാവുന്നില്ല? കുട്ടി മിണ്ടുന്നില്ല. ഞാൻ ഇവിടുത്തെ പുനർജന്മത്തിൽ ഡൈനോസർ ഉണ്ടായ വളരെ ഒരു എന്താ ബ്ലണ്ട് ആയിട്ടുള്ള, അതെങ്ങനെ അത് ബ്ലണ്ടാണ്? എന്ത് സംശയമാണ്? DNA ഇല്ല, ഒന്നും ഇല്ലാത്ത. അപ്പൊ ദൈവത്തിന് ഈ സാധനം ഉണ്ടാവണമെങ്കിൽ പുനർജനിക്ക് DNA ഒക്കെ വേണം. DNA ഉണ്ടല്ലോ, ലാബിൽ ഇരിപ്പുണ്ടല്ലോ ഇതിന്റെയൊക്കെ സാധനങ്ങള്. എല്ലും കഷ്ണമൊക്കെ ഇവിടെ ഇരിപ്പില്ലേ? അല്ല, ഇവിടെ കേരളത്തിലാണെങ്കിൽ നമ്മളെ പൂരത്തിന് വരെ ചിലപ്പോൾ എഴുന്നള്ളിച്ചെന്ന് വരും ഈ ഡൈനോസറിനെ. ഇനി അത് പേടിച്ചിട്ടാണോ പുനർജനിക്കാത്തത്? ആണോ? അല്ല. അപ്പൊ ശരി, പോയി കിടന്നുറങ്ങും. ദൈവത്തിന്റെ ഉത്തരവാദിത്വം അല്ല ഡൈനോസറിനെ ഉണ്ടാക്കല്. മനസ്സിലായി, എല്ലാം മനസ്സിലായി. ശരി എന്നാ. എന്നെ തെറി വിളിച്ചാൽ എന്താ കാര്യം? ഒരു മിനിറ്റ്. ഇത് പറഞ്ഞിട്ട് പോകുന്ന എന്റെ പേര് മറക്കാതിരുന്നാ മതി. കാർത്തികേയൻ.